നമസ്കാരം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ അവിടുത്തെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും പോളിംഗ് ശതമാനം ഇത്രയധികം കുതിച്ചുയരുന്നതെന്ന് ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം ഇതാണ്: ദീദിക്കെതിരെ അത്രയ്ക്കും ജനരോഷം ഉണ്ട്. ചുമ്മാതൊന്നുമല്ല BJP അവിടെ മണ്ഡലങ്ങളിൽ ജനശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അവിടെ വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുന്നതും. BJPയുടെ പ്രചരണം എടുത്തു നോക്കിയാൽ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള റാലികൾ, അമിത്ഷാ നടത്തിയിട്ടുള്ള റാലികൾ, നിതിൻ നബീൻ നടത്തിയിട്ടുള്ള റാലികൾ, JP നദ്ദ നടത്തിയിട്ടുള്ള റാലികൾ, അങ്ങനെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പശ്ചിമ ബംഗാളിലെ ഓരോ പ്രദേശങ്ങളിലും പോയി തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും വലിയ വോട്ടിംഗ് ശതമാനം കുതിച്ചുയരുന്നത്. ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ തന്നെ അവിടുത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളും വലിയ തരത്തിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. നമുക്ക് ഈ പശ്ചിമ ബംഗാളിൽ BJP ഏത് തരത്തിലാണോ വളർന്നു വന്നത്, അതിൻ്റെ ഒരു അടിസ്ഥാനം എന്തായിരുന്നു, അത് നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ മുന്നിലുള്ള ഈ ഒരു ഡാറ്റയിൽ, എനിക്ക് ലഭ്യമാവുന്ന ഈ ഡാറ്റയിൽ 2011 കണക്കാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. 2011 പറയുമ്പോൾ കേവലം 4.06% മാത്രമാണ് അവിടെ BJPക്ക് വോട്ടുണ്ടായിരുന്നത്. അതായത് 0 സീറ്റ്, നിയമസഭയിൽ 0, ലോക്സഭയിൽ 0. 2014 ആയപ്പോഴേക്കും അവിടെ ലോക്സഭയിൽ 2 സീറ്റുകൾ BJPക്ക് നേടാൻ വേണ്ടി സാധിച്ചു. 2014 നിന്ന് 2016 പോയപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ബംഗാളിലെ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുകയാണ്. 3 സീറ്റുകളാണ് അന്ന് നേടാനായത്. അതിനുശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 42 സീറ്റുകളുള്ള ഈ പറയുന്ന പശ്ചിമ ബംഗാളിൽ, ലോക്സഭാ സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ 18 സീറ്റ് അത് BJP പിടിച്ചെടുക്കുകയാണ്. ഒന്ന് നോക്കണം, കേവലം 0-ൽ നിന്നാണ് ഈ പറയുന്ന 2014 നിന്ന് 2019 വരുന്ന ഈ ഘട്ടത്തിൽ അവിടെ ഇത്തരത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയാണ് BJPക്ക്. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പ് നമ്മളെല്ലാം തന്നെ കണ്ടിട്ടുള്ളതാണ്. മമതാ ബാനർജിക്ക് വലിയ തരത്തിൽ കാലിടറിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. നന്ദിഗ്രാമിൽ അവർ മത്സരിച്ചിട്ടുള്ള അവരുടെ സ്വന്തം സീറ്റായിട്ടുള്ള ഭവാനിപ്പൂർ എന്ന് പറയുന്ന അവരുടെ സേഫ് സോൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ആ മണ്ഡലത്തിൽ നിന്ന് ഈ പറയുന്ന നന്ദിഗ്രാമിൽ വന്ന് മത്സരിക്കുകയാണ്. അവിടെ മത്സരിച്ചത് മുൻ TMC നേതാവ് തന്നെയായിരുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുണ്ടായിരുന്ന സുവേന്ദു അധികാരിയാണ്. സുവേന്ദു അധികാരിയോട് 1956 വോട്ടിന് തോറ്റ മമതാ ബാനർജി. അങ്ങനെ മമത അവിടെ വലിയ തരത്തിൽ കാലിടറി. അങ്ങനെ 2021 തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 3-ൽ നിന്ന് 77 സീറ്റ് എന്ന് പറയുന്ന വലിയ കുതിപ്പിലേക്ക്, ഏകദേശം 40% വോട്ട് ഷെയർ അടക്കം വാങ്ങിക്കൊണ്ട് വലിയ കുതിപ്പിലേക്കാണ് അന്ന് പശ്ചിമ ബംഗാളിൽ BJP ഉണ്ടാക്കിയെടുത്തത്. ആ 2021 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 3-ൽ നിന്ന് 77 എന്ന് പറയുന്ന മാന്ത്രികമായിട്ടുള്ളൊരു സംഖ്യ ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞത് അത് കേവലം ഓഫീസിലിരുന്നു കൊണ്ടുള്ള വർക്കിൻ്റെ അകത്ത് മാത്രമല്ല, അങ്ങനെ ഒരു സംഘടനാ സംവിധാനമല്ല ഈ പറയുന്ന ബംഗാളിൽ അവിടുത്തെ സുവേന്ദു അധികാരി ആയിക്കോട്ടെ, ദേശീയ നേതൃത്വമായിക്കോട്ടെ സ്വീകരിച്ചത്. അവർ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്തു. അവർ പണിയെടുത്തത് പ്രധാനമായിട്ടും ബൂത്തുകളിലാണ്. അവർ പണിയെടുത്തത് പ്രധാനമായിട്ടും വീടുകളിലെ ഗൃഹസമ്പർക്കങ്ങളിലാണ്. അവർ പണിയെടുത്തത് പ്രധാനമായിട്ടും അപ്രദേശത്തെ യുവാക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ്. അവർ പണിയെടുത്തത് പ്രധാനമായിട്ടും ഓരോ പ്രദേശത്തെയും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. മാത്രമല്ല, സംഘം RSS എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ പിൻബലം അവിടെ മമതയ്ക്ക് എതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാക്കുന്നതിൽ കൃത്യമായി BJPക്ക് അവിടെ നട്ടല് പോലെ തന്നെ നിലനിൽക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ബംഗാളിൽ അവിടെ BJP വിജയത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവിടെ ഏറ്റവും വലിയ ബാക്ക് ബോണായി നിന്നത് RSS ആണ്, സംഘമാണ് എന്ന് പറയേണ്ടത് അത്യാവശ്യമാണ്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ആവണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് സംഘം ഈ പറയുന്ന പശ്ചിമ ബംഗാളിൽ നടത്തിയിട്ടുള്ളത്. സംഘം അതിൻ്റെ എല്ലാ പ്രചാരകന്മാരെയും ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള
കാര്യങ്ങളിൽ നേരിട്ട് ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് BJP എങ്ങനെയാണോ BJP പ്രവർത്തിക്കുന്നത് ആ BJPക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരു രക്ഷകർത്താവിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് സംഘം അവിടെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സംഘം പ്രവർത്തിച്ചത് അവിടെ എല്ലാവരെയും പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഭാരതീയനും അവിടെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് സംഘം അവിടെ പ്രധാനമായിട്ടും പ്രവർത്തിച്ചത്. ഇങ്ങനെയാണ് അവിടെ ആളുകളെ കൃത്യമായി പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം അവിടെ സംഘം ഏറ്റെടുത്തതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ നിമിഷം ഇപ്പോൾ കാണുന്ന ഈ വലിയൊരു വോട്ടെടുപ്പ് ദിവസം കാണുന്ന ഈ ഒരു പോളിംഗ് നിലയിലേക്ക് ഉയർന്ന നിലയിലേക്ക് അവിടെ ഒരു വർധനവ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി നമുക്ക് അവിടെ പരിശോധിക്കേണ്ടത് എല്ലാ കാലത്തും മമതാ ബാനർജി അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇത് ആളുകളെ പോളിംഗ് സ്റ്റേഷനിൽ എത്താതാക്കുക എന്നുള്ള വലിയൊരു ക്രൈറ്റീരിയ, വലിയൊരു സ്ട്രാറ്റജി അവിടെ ഉണ്ടാക്കിയാണ്. അതായത് ഇപ്പോൾ മൂർഷിദാബാദിൽ ബോംബാക്രമണം നടക്കുന്നു. അവിടുത്തെ TMCയും CPM പ്രവർത്തകരും തമ്മിൽ ബോംബാക്രമണം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ലാത്തി ചാർജ് നടക്കുന്നു. പോലീസും കേന്ദ്രസേനയും ഒക്കെ അവിടെ ലാത്തി ചാർജ് നടത്തുന്നു. അങ്ങനെ വലിയ പ്രക്ഷോഭം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടുത്തെ എല്ലാ പ്രദേശങ്ങളിലും, അതായത് TMCക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടും. ഈ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടുകയും TMCയുടെ ഗുണ്ടകൾ അവിടെ തെരുവിലിറങ്ങി വലിയ ആക്രമണങ്ങൾ നടത്തുകയും പോലീസിന് നേരെ അടക്കം ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ആളുകൾ പേടിച്ച് അവർ വീട്ടിൽ തന്നെ ഇരിക്കും. അവർ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തില്ല. ഇങ്ങനെയാണ് അവിടെ രാവിലെ തന്നെ കൃത്യമായി TMCയുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും ഉച്ചയ്ക്ക് ശേഷമൊക്കെ വലിയ തരത്തിലുള്ള ഏകദേശം ഒരു 11 മണിക്ക് ശേഷം അവിടെ അക്രമങ്ങൾ ആരംഭിക്കും. അങ്ങനെയുള്ള അക്രമങ്ങൾ ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ ഒരു തരത്തിലും പുറത്തിറങ്ങാൻ വേണ്ടി ആളുകൾ ഭീതിജനകമായ അവസ്ഥയിൽ അവരുടെ വീടുകളിൽ തന്നെ ഇരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. ആ സാഹചര്യത്തിന് പുറത്താണ് അവിടെ TMC വലിയ തരത്തിലുള്ള മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി. നരേന്ദ്രമോദിയാണ്, അതായത് ഇന്ത്യയിൽ വന്ന് ആക്രമിച്ചിട്ടുള്ള ഭീകരവാദികളെ, ആ ഭീകരവാദികളുടെ മാളത്തിൽ പോയി ആ ഭീകരവാദികളെ എല്ലാം ചുട്ടെരിച്ചിട്ടുള്ള സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷയോടുമാണ് ദീദി കളിച്ചത് എന്നുള്ളത് ദീദി മറന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷയും നേരിട്ട് തന്നെ കളത്തിലിറങ്ങി ഈ ചെസ് കളിക്ക്, ഈ കളിക്ക് മുന്നിൽ കരുക്കൾ നീക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ടിറങ്ങിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഏകദേശം 2540 കമ്പനി കേന്ദ്രസേനയാണ് ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം വിന്യസിച്ചിരുന്നത്. 152 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മണ്ഡലങ്ങളുടെ എല്ലാ ബൂത്തുകളിലും 16 ജില്ലകളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തുകളിലും തന്നെ വളരെ സക്രിയമായ രീതിയിൽ കേന്ദ്രസേനയെ വിന്യസിക്കുന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും TMCയുടെ ഗുണ്ടകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ നിമിഷം അല്ലെങ്കിൽ വളരെ ക്വിക്ക് റെസ്പോൺസ് ആയിട്ട് തന്നെ അവിടെ എത്തുകയും ആ സംഘർഷത്തെ അടിച്ചമർത്തുകയും TMCൻ്റെ ഗുണ്ടകളെ ജയിലിലേക്ക്, കാരാഗൃഹത്തിലേക്ക് തള്ളുന്ന തരത്തിലേക്ക് കേന്ദ്രസേനയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോകൾ എക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ടെലിഗ്രാമിലോ അല്ലെങ്കിൽ മറ്റൊരു കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോകളിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തുന്നു. അവിടുത്തെ കേന്ദ്രസേന കൃത്യമായി ആളുകളോട് പറയുന്നു, തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യണം, നിങ്ങൾ വോട്ട് ചെയ്യണം, നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ള ബാനറുകൾ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ സാധാരണക്കാരുടെ ഇടയിലേക്ക് കേന്ദ്രസേന എത്തുകയാണ്. അവർക്ക് സംരക്ഷണം നൽകുകയാണ്, അവർക്ക് നിങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നുള്ള വികാരം അവരുമായി പങ്കുവെക്കുകയാണ്. അങ്ങനെ പങ്കുവെക്കുന്ന ഘട്ടത്തിൽ ആ പങ്കുവെക്കലിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പെർസെൻറ്റേജിലുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ കണ്ടിട്ടുള്ള ദൃശ്യങ്ങളിൽ പലതുമുണ്ട്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന കേന്ദ്രസേനയെ കല്ലെറിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അനുനിമിഷം കൊണ്ട് തന്നെ ആ കേന്ദ്രസേന അവരെയെല്ലാം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള. TMCയുടെ ഗുണ്ടകളെയെല്ലാം തന്നെ മുൻകൂട്ടി തന്നെ, അതായത് കരുതൽ തടയങ്ങളിൽ തന്നെ എത്തിക്കുന്ന നിലയിലേക്ക് അവിടെ കൃത്യമായ കാര്യങ്ങൾ പോയിട്ടുണ്ട്. നേരത്തെ അവിടെ TMCയുടെ ഗുണ്ടകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് കേന്ദ്രസേന അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2540 കമ്പനി കേന്ദ്രസേനയെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ വിന്യസിക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്നിട്ടും ഈ മുർഷിദാബാദ് പോലെയുള്ള അവിടുത്തെ CPMനും അതുപോലെ TMCക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന, അല്ലെങ്കിൽ TMCയുടെ ഗുണ്ടകൾ ധാരാളമുള്ള മുർഷിദാബാദ് എന്ന് പറയുന്ന പ്രദേശത്ത് സംഘർഷം ഉണ്ടായിരിക്കുകയാണ്.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുവേന്ദു അധികാരി ഇത്തവണയും ഈ മമതാ ബാനർജിയുടെ മാളത്തിൽ അല്ലെങ്കിൽ അവരുടെ പാളയത്തിൽ തന്നെ എത്തി മത്സരിക്കുന്നു എന്നുള്ളതാണ്. മമതാ ബാനർജിക്ക് എല്ലാ കാലവും അവിടെ ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്ന ഒരു പാളയം എന്ന് പറയുന്നത് ഭവാനിപ്പൂർ മണ്ഡലമാണ്. ഈ ഭവാനിപ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ, അതായത് 2021 നന്ദിഗ്രാമിൽ തോറ്റഘട്ടത്തിൽ 1956 വോട്ടിന് തോറ്റഘട്ടത്തിൽ അവിടെ തോറ്റെങ്കിലും അവർ മുഖ്യമന്ത്രിയായി പ്രതിജ്ഞ ചെയ്യുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും പിന്നീട് 6 മാസത്തിനുള്ളിൽ അവിടെ ഈ പറയുന്ന ഈ ഭവാനിപ്പൂരിൽ എത്തി മത്സരിക്കുകയും അവിടെ ഏകദേശം 56,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭവാനിപ്പൂർ എന്ന് പറയുന്ന ഈ സേഫ് സോണിൽ ഇത്തവണയും സുവേന്ദു അധികാരി അവിടെ ഈ മമതാ ബാനർജിക്ക് വലിയൊരു വിലങ്ങുതടിയായി എത്തുകയാണ്. അതായത് സുവേന്ദു അധികാരി നന്ദിഗ്രാമിലെ സീറ്റ് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഭവാനിപ്പൂർ മണ്ഡലത്തിലും മത്സരിക്കുകയാണ്, 2 മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. അങ്ങനെ അവിടെ മമതാ ബാനർജി എങ്ങനെയാണോ തെരഞ്ഞെടുപ്പിൽ ഇത്രയും നാളും ആളുകളെ അടിച്ചമർത്തി അല്ലെങ്കിൽ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവിടെ ഭരണം നിലനിർത്തിയത്, ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അടിച്ചമർത്തുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സേനയും കേന്ദ്ര സർക്കാരും BJP സംവിധാനങ്ങളും എല്ലാം തന്നെ കൃത്യമായി സക്രിയമായി പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി എടുത്തു പറയാതിരിക്കാൻ വേണ്ടി വയ്യ. വനിതാ ബിൽ ഈ ലോക്സഭയിൽ പാസ്സാക്കാതിരുന്ന ആ ഒരു വലിയ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മമതയുടെ സർക്കാരിന് എതിരെ ആവുന്ന വികാരമായി മാറും എന്ന് തന്നെയാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും JP നദ്ദയും അമിത്ഷയും നിതിൻ നബീനും അല്ലെങ്കിൽ അത്തരത്തിൽ സ്മൃതി ഇറാനിയും ഉൾപ്പെടെയുള്ള വലിയൊരു സന്നാഹം അവിടെ എത്തുകയും അവരെല്ലാം തന്നെ അവിടുത്തെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ മെയ് 4 തെരഞ്ഞെടുപ്പിന് വിധി വരുന്ന ഘട്ടത്തിൽ അവിടെ 294 സീറ്റുകളിൽ അവിടെ ഭൂരിപക്ഷം സീറ്റുകളിലേക്ക്, അതായത് 3-0 നിന്ന് 3-ലേക്കും 3-ൽ നിന്ന് 77 സീറ്റിലേക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ വിപ്ലവകരമായ മുന്നേറ്റം ആ 77 സീറ്റിൽ നിന്ന് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് BJP മുന്നേറും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന ദേശീയ ഏജൻസികളുടെ എല്ലാം സർവേ ഫലം പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ TMC ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായി കേന്ദ്രസേന ഇടപെടുന്നതുകൊണ്ട് തന്നെ CPM-നും അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികൾക്കും എല്ലാം തന്നെ ഭീതി ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് വരുമ്പോൾ അവർക്കും മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടിയുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തലും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്.